ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. 24th മെയ് ആണ് ഇന്നത്തെ ഡേ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. ഞാനിതുവരെ പറഞ്ഞില്ല, പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരു ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടിക്കാണും. അപ്പം ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കെന്നല്ല, നമ്മൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനമ്മ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ. അപ്പം അതിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ തുടക്കം കുറിക്കുന്നൊരു ദിവസമാണ് ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീടുണ്ടല്ലോ, അത് പൊളിച്ച വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലായി കാണില്ല. ഓക്കെ, അപ്പം നമ്മുടെ വീടിൻ്റെ കുറ്റിയടിയാണ് നിന്ന്. അപ്പം ഒരു പുതിയ വീടെടുക്കുന്നതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം. അപ്പം കുറ്റിയടി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇന്നിടാൻ പോകുന്നത്. സോ നമ്മുടെ ആഗ്രഹത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആൻഡ് നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് പോകാം. ഞാനിന്ന് ഓൾറെഡി 7 മണിക്കൊക്കെ എണീറ്റു. പക്ഷേങ്കിൽ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റീൽസൊക്കെ കണ്ടിരുന്നു. പിന്നെ കുളിക്കാനൊക്കെ പോയത് എനിക്ക് വീഡിയോസ് എടുക്കേണ്ട സമയം കിട്ടിയില്ല. അപ്പം ഇപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ ഒരുങ്ങാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കുറച്ച് ആളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേഗം ഒരുങ്ങിയിട്ട് താഴത്തേക്ക് പോകാം. കമാ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ മിററുണ്ട്, അതേപോലെ ഇവിടെ മിറർ ഉള്ളതുകൊണ്ട് പിന്നെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോസിന്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി ഈ ഡ്രസ്സ് ഗെറ്റടി ഞാൻ ഓൾറെഡി ചെയ്തതാണ് ഇതേ സെയിം പ്ലേസിൽ നിന്ന്. അപ്പം ഈ ഡ്രസ്സ് ഓൾറെഡി നിങ്ങൾക്കറിയായിരിക്കും, ഒരു ജീനും ഈ ഒരു ടോപ്പും. യെസ് ഗൈസ്, ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഗൈസ്, ഒരു സത്യം പറയട്ടെ, ഇവിടെ ഫാനില്ല, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ചിലപ്പോൾ ഞാൻ പ്ലേസ് മാറ്റാൻ ചാൻസ് വെച്ചാൽ ചൂടെടുക്കുന്നുണ്ട്. നേരത്തെ ഇനി ശരിയല്ല. അപ്പം ആദ്യം ഫൗണ്ടേഷൻ ഇടാൻ പോകും ഗൈസ്. ലൈറ്റ് ഒരു ഫൗണ്ടേഷൻ ഇട്ടാൽ മതി. ബിക്കോസ് എനിക്ക് ഇന്ന് ഓവറാക്കാമെന്ന് താല്പര്യമേ ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ണിൻ്റെ അടിയിലും കൂടി ഇട്ട് കൊടുക്കണം പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോ അറിയില്ല, ബിക്കോസ് ഞാൻ ഇവിടുന്ന് മെല്ലനാണ് പറയുന്നത്. ചിലപ്പം കേൾക്കും, ചിലപ്പം കേൾക്കില്ലായിരിക്കാം. കേൾക്കും, ചെറുങ്ങനെങ്കിലും കേൾക്കും. ചിലപ്പം മര്യാദയ്ക്ക് കേട്ടെന്ന് വരില്ല. പക്ഷെ ഞാൻ ക്യാമറയുടെ അടുത്ത് കൊണ്ടാണ് പറയുന്നത് നോക്കിയില്ല. ഓക്കെ, ഇത് ബ്ലെൻഡ് ചെയ്തിടാം. ഗൈസ് കണ്ടോ, ഇങ്ങനെ ഇട്ടപ്പോൾ നാച്ചുറൽ ലുക്ക് ഇട്ട് ഗൈസ്. കണ്ടോ? ഓക്കെ അല്ലേ? കാണുന്നില്ലല്ലേ? ഓക്കെ. അപ്പം നെക്സ്റ്റ് കണ്ണ് എഴുതാൻ പോവാണ്. അപ്പം കണ്ണ് എഴുതിയിട്ട് അപ്പോൾ ഗൈസ്, ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കണ്ണ് എഴുതിയത് ഡേറ്റിലേക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാണുന്നുണ്ടോ അവിടെ? കാണുന്നില്ല. കണ്ണ് എഴുതിയുണ്ട്. കാണുന്നില്ല. കുറച്ച് സുഖം. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഞാൻ കണ്ണ് എഴുതിയത്. ആൻഡ് ഇതിനു മുന്നേ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. അതായത് ഫങ്ഷൻസിനല്ല ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ കണ്ണ് എഴുതിച്ചാൽ ഇവിടെ വിങ്ങെടുത്ത് രണ്ട് ഭാഗത്തും വിങ്ങിട്ടിട്ടാണ് ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ? രണ്ട് ഭാഗത്തും ഞാൻ എഴുതിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും വിങ്ങിട്ട് ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇവിടെയും വിങ്ങിട്ടു, ഇവിടെയും വിങ്ങു, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആൻഡ് ഞാൻ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഞാൻ ഇപ്പോൾ ഐലൈനർ ചെയ്ത് നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ എനിക്ക് ഐലൈനർ വരയാൻ പറ്റിയാലോ, അതായത് എൻ്റെ ഫേസിന് ചെയ്യുന്ന മാതിരി വേറെ ഏതെങ്കിലും ഒരു രീതിക്ക് ഐലൈനർ വരയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്ക് പല ടൈപ്പിൽ ഐലൈനർ വരഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം ഫങ്ഷൻസ് വരുമ്പോൾ ഞാൻ അങ്ങനെ വരയുന്നത്. അപ്പം ഞാൻ ഇത്രയും നാൾ വരഞ്ഞു നോക്കി, ഡിഫറെൻറ്റ് വരഞ്ഞു നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് എൻ്റെ ഫേസിന് എനിക്കും ബെറ്റർ. ബിക്കോസ് അത് കണ്ണിന് നല്ല വിടർന്ന കണ്ണായതുകൊണ്ട് നല്ല രസത്തിൽ വയ്ക്കും. നമ്മൾ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ ചെയ്തില്ലേ, അടിയിലും മേലും ഒക്കെ. അപ്പം എനിക്കല്ല, ലൈറ്റായിട്ട് അടിയിലും മേലൊക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാകാറുണ്ട്.
പിന്നെ ഇപ്പം ഞാൻ എന്തായാലും എഴുതി ആൻഡ് ഇത് മഴച്ചിട്ട് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലാക്കിഷ് കളർ അടിക്കും, അപ്പം മേക്കപ്പ് ആകെ കളാവും. അതൊന്നും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിങ്ങനെ ഇരിക്കാം, ഈ അതുകൊണ്ട് പ്രശ്നമൊന്നും വേറെ കണ്ടോ, കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഐലൈനർ കണ്ടോ. ഇത് ഏത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എനിക്ക് ആവുന്ന രീതിക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരഞ്ഞു നോക്കും. അപ്പോൾ വെച്ചതിൽ ഞാൻ ഓൾറെഡി ആദ്യം വരഞ്ഞതാണ് ബെറ്റർ, അതായത് വിങ്ങൊക്കെ ഇട്ടിട്ട് നല്ല വാല് കൂടെ നല്ല നീളത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എന്തായാലും ഞാനിത് വരഞ്ഞു, സോ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ ജീൻസ് ആൻഡ് ടോപ്പ് ആയതുകൊണ്ട് അത്ര വലിയതായിട്ട് ഐലൈനർ എഴുതുമ്പോൾ രസമൊക്കെ ഉണ്ട്, പക്ഷേ ജീൻസും ടോപ്പും ആയതുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നെക്സ്റ്റ് ഞാൻ കാജലാണ് ഇടുന്നത്. ഞാൻ നോർമൽ കാജലാണ് യൂസ് ആക്കാറ്, പക്ഷേ സ്റ്റിക്ക് ഇസ് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിക്കും യൂസ് ആക്കും, ഞാൻ മറ്റേത് യൂസ് ആക്കും. പക്ഷെ ഇപ്പം ഞാൻ കറൻറ്റ്ലി സ്റ്റിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കാജലിട്ടാൽ ഐ തിങ്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആദ്യം കാജലിടാണ്ട് രീതിയിലും ഐ തിങ്ക് കാജലിട്ടപ്പോൾ രസമുണ്ട്. അപ്പം ബാക്ക് ടു നോർമൽ. ഓക്കെ, മസ്കാര ഇടാം ഗൈസ്. ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്. ഇത് കണ്ട എൻ്റെ ലിപ്സ്റ്റിക്കിൽ ഓൾറെഡി ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്, ബ്രൗണിഷ് ഡാർക്ക് ഷെയ്ഡാണ്. ബട്ട് അതിൽ എന്താ പറയുക, ഡാർക്ക് റൈഡിട്ട് ഡാർക്ക് ബ്രൗൺ, പക്ഷേ ഇതിനേക്കും തന്നെ ലൈറ്റ് റൈഡിട്ട് രസമില്ല. എൻ്റെ ഫേസിൽ ചെയ്യുന്നത് ലൈറ്റ് റൈഡിട്ടപ്പോൾ ഈ ഒരു പൊട്ടി പോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് മുടി സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മേക്കപ്പ് എങ്ങനെ ഇനി ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ആക്സറീസ് വേണം. ഈ ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഈ ഒരു റിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആക്സറീസ് സെറ്റായി. ഓക്കെ, മേക്കപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ, മുടി സെറ്റ് ചെയ്യാം. ചെറുപ്പ് താഴെ വേണ്ടത്, പിന്നെ താഴെപ്പോയിട്ട് ഹെയർ സെറ്റ് ചെയ്യാം, എന്നിട്ട് വീഡിയോസ് എടുക്കാം. ബാക്കിയുള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ, എന്തായാലും എനിക്കിഷ്ടമായി. ഇത്രയും നല്ല നിങ്ങൾക്ക് താഴെ ഉള്ള വ്യൂ അല്ല, താഴെ പന്തലൊന്നും കാണിച്ചു തന്നില്ല, അത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് താഴത്തെ അവസ്ഥ. ഇവിടെ പന്തലിട്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ ഓപ്പൺ അയച്ചിട്ടുണ്ട്. പിന്നെ ഇത് അപ്പവും നെയ്യപ്പം, പിന്നെ കിണത്തപ്പം, കേക്ക്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പോൾ, ഹൽവ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഹൽവയും കിണത്തപ്പവും കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം ടേബിൾ മേൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വെച്ചതാണ്. കുറച്ച് കുറ്റി അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എല്ലാവരും കഴിക്കുള്ളൂ. അപ്പോൾ ഇത് വെച്ചതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ എടുത്തത്. ഇത് ഹെസമോള്, ഇവള് എൻ്റെ റിലേറ്റീവാണ്. ആൻഡ് എൻ്റെ ഒരു ഭയങ്കര കമ്പനിയാണ്, എൻ്റെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ വന്നപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് മേലെയൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ നല്ല രീതിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ചില കുട്ടിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ നിന്നില്ലെങ്കിലും ഇവളും അയോടൊക്കെ നല്ല രീതിക്ക് നിന്നേരും കേട്ടോ. പിന്നെ ഇവരൊക്കെ ലുഡോ കളിക്കുന്നതിൻ്റെ തിരക്കിലാണ്, കണ്ടല്ലോ. എല്ലാവരും ലുഡോ കളിക്കാൻ എന്നെ വിളിച്ചൊക്കെ ചെയ്തു. പക്ഷേ ഞാനും മെസ്സേജും മേലേന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് വന്നില്ല. അപ്പം ഇവർ ലുഡോ കളിക്കുകയാണ്, വീഡിയോ എടുക്കുന്നത് കണ്ടില്ല. പിന്നെ താഴെ ഇതെല്ലാവരും ഉണ്ട്. അങ്ങനെ കുറ്റിയടി തുടങ്ങാനായി. ഇതെല്ലാവരും നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. നമ്മളിവിടെ നിന്ന് നോക്കുന്നേ ഉള്ളൂ. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും നോക്കുകയാണ്. കുറ്റിയടി തുടങ്ങാൻ പോവാണ്. കണ്ടില്ല, എല്ലാവരും വെയിറ്റിംഗ് ആണ്, അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ആൻറ്റിയിലുണ്ടായിരുന്നു ഗൈസ്, ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഒന്ന് കിട്ടുന്നത്. പിന്നെ അത് ആരും എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ കിട്ടുന്നത്. എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ ഞാനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കുറ്റിയടി തുടങ്ങാൻ പോവാണ്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. എന്തോ പൂജയൊക്കെ ഉണ്ടല്ലോ, ആ പൂജ തുടങ്ങുകയാണ്. എന്നിട്ടാണല്ലോ കുറ്റിയടി ഉണ്ടാവും. അപ്പോൾ പൂജ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് കിട്ടും. ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സൂം ഏജൊക്കെ എടുക്കുന്ന ടൈമിൽ അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എന്നാലും നിങ്ങൾക്ക് നല്ല വിസിബിൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഇനിയിപ്പം അവിടെയുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ വീട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് പോകും. ബിക്കോസ് അവിടെ പൂജ നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലോ. പൂജ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി പൂജേൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണും.
എല്ലാവർക്കും ഒരു ഡാൻസ് അറിയാം. അതാരാത് ആരും അവൻ കിട്ടുകയാണിപ്പോ. കുച്ചിയടിന്ന് ഇത് തുടങ്ങാൻ പോവാണ്. ഇനി കുച്ചിയടീൻ്റെ ഇത് ഇപ്പം കാണും. ഇനി കുച്ചിയടിക്കുന്ന വീഡിയോ ഇത് ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നോക്ക്. ഫിനിഷ് എല്ലാം കുറ്റിയപ്പോഴും കിട്ടും. ഒറ്റക്കാക്കണ്ട ഓളിയും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തിലെ നോക്കുന്നത് ഞാൻ അങ്ങനെ എടുത്ത് പഠിക്കണ്ടേ.
ഇത് കുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ അടിക്കുന്നതും എൻ്റെ അനിയൻ അടിക്കുന്ന വീഡിയോയും കിട്ടിയില്ല ഗേസ്. അതിനെനിക്ക് നല്ല വിഷമമുണ്ട്. എന്താ അറിയില്ല, ആ വീഡിയോ മാത്രം കിട്ടിയില്ല. എനിവേ ഇനിയിപ്പം കിട്ടാത്ത വീഡിയോ വീണ്ടും കിട്ടുമെന്നില്ലല്ലോ, അതും പറഞ്ഞ് ആശ്വസിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറ്റടിക്കാനൊക്കെ ലേറ്റ് ആയല്ലോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പ്രസാദ ഗൈസ് ഓടുവാ. വേണം ആടിക്ക് കൊടുക്ക്. ഏതാ വേണ്ടേ? അല്ലാണ്ട് ആ ചെമ്പിലുണ്ടോ? ചെറിയ വേണ്ടേക്ക് തിന്നൂലേ? ആൾക്കോ കൊറേ നാളെ തിന്നു. വോയിസ് വിട്ടോ ഇങ്ങോട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ പോവാണ്. ചായ കുടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. നെയ്പ്പത്തിൽ പൊറോട്ടയ്ക്ക് ഉണ്ടായിരുന്നു ചായക്ക്, പിന്നെ എല്ലാ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വലിയ വിശപ്പൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മൾ കുറച്ച് കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, വറവ്, പിന്നെ പച്ചടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിക്കുമായിരുന്നു. ആക്ച്വലി വിശപ്പ് തീരെ ഇല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അപ്പാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ലഞ്ച് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം രാവിലെ സ്വീറ്റ്സൊക്കെ കഴിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായി. സ്വീറ്റ്സും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി പൊറോട്ടയും നെയ്പ്പത്തിലും രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു കുറേ. അതിൻ്റെ കൂടെ ഷവായും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. അപ്പോൾ കുച്ചടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ഡേ എനിക്ക് ടോട്ടലി സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പം ഈ ഒരു ഡേ ഞാൻ മാക്സിമം ബ്യൂട്ടിഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.